ഇനി ഇത് പോട്ടെ, ഈ രാമൻ നായരുടെ കാലത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഭരിക്കുന്ന രാമൻ നായരുടെ കാലത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോഴും മറ്റേ ശിവകുമാറിന്റെ കാര്യത്തിൽ ശിവകുമാറിന്റെ അനിയനെതിരെയുള്ള ആരോപണം 1,82,00,000 പാത്രങ്ങൾ മേടിച്ചതിൽ വഴി അഴിമതിയാണ്. ശബരിമലയിൽ നിങ്ങൾ തുറന്നൊരു കാര്യം അങ്ങോട്ട് മനസ്സിലാക്കിക്കോ, ശബരിമല അടക്കം കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലും വിശ്വാസം പറഞ്ഞിട്ട് യാതൊരു വിശ്വാസവും ഇല്ലാത്ത, ദൈവമില്ലെന്ന് വിചാരിക്കുന്ന ആളുകളിരുന്ന് വലിയ അഴിമതിയാണ് നടത്തിക്കൊണ്ടിരുന്നത് എല്ലാ കാലത്തും. അത് ശരിയാണ്, പിണറായി വിജയന്റെ കാലത്ത് 10 കൊല്ലം ഉണ്ടായപ്പോഴത്തേക്ക് കുറച്ചുകൂടി കൂടുതൽ നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇത് മാത്രം ഒരു വലിയ പ്രശ്നമായി മാറുകയും യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നമാക്കി മാറ്റിയത് എന്താണെന്നറിയോ? ഇദ്ദേഹം കടക്ക് പുറത്തു എന്ന് പറഞ്ഞതും ഇദ്ദേഹം ബാക്കിയുള്ള ഈ പറയുന്ന പോലെ വീട്ടിൽ പോയി ചോദിക്കുന്നു പറഞ്ഞതൊക്കെയാണ്. അതായത് വളരെ കൃത്യമായി ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു ഭരണത്തിലിരിക്കുന്നയാളുടെ ഭരണപരമായിട്ടുള്ള ഒരു നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്യാതിരിക്കുകയും കൃത്യമായി ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം, അതായത് ആളുകളെ വൈകാരികമായി എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഈ ഇമേജ് ഉണ്ടായത്. എനിക്ക് ഒരു സംശയമില്ല. അതുകൊണ്ട് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ലെന്നോ ആന്റി പിണറായി വികാരം ഉണ്ടായില്ലെന്നല്ല, ആ വികാരം കൃത്യമായി നിർമ്മിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. അത് മാധ്യമങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഈ ഗവൺമെന്റിനെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ടുണ്ടോ? ഒരു അഴിമതി ആരോപണം, വളരെ സീരിയസ് ആയിട്ട് ഒരു മന്ത്രിക്കെതിരെയുള്ള ഒരു അഴിമതി ആരോപണം നമ്മൾ കണ്ടിട്ടുണ്ടോ?